ഈ മണ്ഡലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കുള്ള എൻ്റെ പരിമിതിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ധാരണയുണ്ടാകും. നമ്മുടെ നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലും പ്രചരണത്തിന് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നാളെ മുതൽ മറ്റ് ജില്ലകളിലെ പ്രചരണത്തിന് പോവുകയാണ്. പിന്നെ തിരിച്ചു വരുന്നത് 4-ാം തീയതി മാത്രമായിരിക്കും. അപ്പോൾ അതിനുശേഷമുള്ള ദിവസങ്ങളാണ് വളരെ ചുരുക്കം ഇവിടെ ചെലവഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലക്ക് എല്ലായിടങ്ങളിലും എത്താനും എല്ലാവരെയും കാണാനും സ്വാഭാവികമായും പ്രയാസമുണ്ട്. ആ പ്രയാസം മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. സ്ഥാനാർത്ഥികൾക്ക് പകരക്കാരായി നിങ്ങളെല്ലാവരും തന്നെ മാറണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ചിഹ്നം. ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. Pinarayi Vijayan isn't just from here. It is a place he has represented for years and one that has become synonymous with his name. Welcome to The Print. We are in Pinarayi today in Kerala's Kannur district, his hometown. Carved out in 2011 after delimitation, Dharmadam was once part of Kootuparambu. Since 2016, this has been Vijayan's political turf and now he is back seeking a third straight term from here. ഇവർക്കൊരു 18 വയസ്സിലെ സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പെരളശ്ശേരി സ്കൂളിലായിരുന്നു ആദ്യം പഠിച്ചത്. ഇവിടെ LP സ്കൂളിൽ ചാത്തോത്ത് സ്കൂളിലാണ്. പിന്നെ ഹൈസ്കൂളിൽ പെരളശ്ശേരി ഹൈസ്കൂളിൽ പഠിച്ച് പിന്നെയാണ് ഗവൺമെൻറ് ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്നത്. ആ ഘട്ടത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ ഘട്ടത്തിലാണ് ഇയാൾക്ക് കോളേജിൽ വെച്ചിട്ട് ഈ പിന്നെ സുധാകരൻ്റെയും അതുപോലുള്ള ആളുകളെ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു. ആ ഘട്ടത്തിലൊക്കെ പിണറായി ബീഡി കമ്പനിയിൽ വന്നിട്ട് ബീഡി കമ്പനിയിൽ പത്രം വായിച്ചു വരും. നമുക്കെല്ലാം പിന്നെ ആവേശം ഉണ്ടാക്കുന്നത് അതിൽ കൂടിയാണ്. പിണറായി വിജയൻ്റെ പത്രപാരായണത്തിൽ കൂടിയാണ് നമുക്കെല്ലാം ആവേശം ഉണ്ടാക്കിയത്. ആ ഘട്ടത്തിലാണ് തലശ്ശേരിയിൽ പിന്നെ മണ്ഡല സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. With a week to go for the assembly polls, CPIM functionaries are leading the campaign through small family gatherings, public events and speeches at key centers across the constituency. The campaign is set to intensify from April 4th when the Chief Minister is expected to arrive after completing his statewide tour with public rallies and mass outreach programs planned. Party workers say their confidence of victory stems from developmental and infrastructural projects worth rupees 3,000 crore over the past 10 years. പിന്നെ അംഗീകരിച്ചിട്ടുണ്ട്. വലിയ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ് പിണറായിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മണ്ഡലത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരു 3000 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അടുത്ത 50 വർഷക്കാലം വരാനിടയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ മണ്ഡലത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ദൃശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ നിലയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ സവിശേഷമായും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. അത് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലുണ്ട്, റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്ലാനറ്റോറിയം ഉൾപ്പെടെയുള്ള നമുക്ക് മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ നിരവധിയായ പരിപാടികളിൽ ഈ കാലയളവിൽ നടന്നു. നിരവധി ഉദ്ഘാടന പരിപാടികൾ. അത് കേവലം
ചടങ്ങിനുള്ള ഉദ്ഘാടന പരിപാടിയല്ല. ഉദ്ഘാടന പരിപാടിയും തറക്കല്ലിടലും എന്താണോ ആ പദ്ധതി വിഭാവനം ചെയ്തത് പൂർത്തിയാക്കിക്കൊണ്ടാണ് പല ഉദ്ഘാടനങ്ങളും നടന്നിട്ടുള്ളത്. അതിൽ എടുത്തു പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ പിണറായിയിലെ പോലീസ് സ്റ്റേഷൻ, സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് പോലീസ് സ്റ്റേഷൻ അനുവദിച്ച് കിട്ടിയത്. ആ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സ്വന്തമായ ഒരു കെട്ടിടം വന്നിരിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചരക്കണ്ടി പുഴയാൽ ചുറ്റപ്പെട്ട ഒരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. ആ മണ്ഡലത്തിൽ ആ അഞ്ചരക്കണ്ടി പുഴയുടെ ഇരുകരകളും ബന്ധിപ്പിക്കുന്ന നിരവധി പാലങ്ങൾ. However, the Congress alleges that the Chief Minister has mainly focused on revamping existing health and educational institutions while doing little to create employment opportunities. Leaders say they often compare Vijayan with former Chief Minister Umman Chandi to highlight differences in persona and accessibility. സംസ്ഥാനത്തെ 140 MLA-മാരുടെ കൂട്ടത്തിലുള്ള ഒരു MLA മാത്രമല്ല ധർമ്മടത്ത് മത്സരിക്കുന്ന പിണറായി വിജയൻ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു MLA എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുമ്പോഴുണ്ടായിരുന്ന മുഴുവൻ കൊള്ളരുതായ്മകളുടെയും ഉത്തരവാദിത്വം പിണറായി വിജയനുള്ളതാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കി മാറ്റിയ ഒരു ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ദുഷ്ചെയ്തികൾക്കെതിരെയുള്ള പ്രചരണമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിനകത്ത് ഒരു 100 പേർക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ ഉള്ള ഒരു തൊഴിലവസരം പോലും ഉണ്ടാക്കാത്ത ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് കേരളം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. സ്വന്തമായി ഒരു ഫയർ സ്റ്റേഷൻ ഇല്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ് മുഖ്യമന്ത്രിയുടെ ധർമ്മടം എന്നുള്ളത് ഈ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാ പദ്ധതികളിലും കിഫ്ബിയുടെ മറവിലാണ് എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് പിന്നിലുള്ള വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് നമ്മൾ ജനങ്ങളോട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചൊരു സർക്കാരാണിത്. സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് 2 രൂപയുടെ തോതിൽ ഇന്ധന സെസ് വാങ്ങിയെടുത്ത ഒരു വർഷം ഏതാണ്ട് 1000 കോടി രൂപയ്ക്കെടുത്ത് പിരിച്ചെടുത്തൊരു സർക്കാരാണിത്. ഈ നാട്ടിലെ മദ്യപാനികളെ അവരുടെ കീശയിൽ നിന്ന് മദ്യത്തിൻ്റെ പേരിൽ കൊള്ളയടിച്ചൊരു സർക്കാർ. മദ്യത്തിന്മേൽ സാമൂഹ്യ സുരക്ഷാ സെസ് എന്നുള്ള പേരിൽ 20 രൂപയുടെയും 40 രൂപയുടെയും സെസ് ഏർപ്പെടുത്തി ഏതാണ്ട് 250 കോടി രൂപ ഒരു വർഷം കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ് ഈ സർക്കാർ. മറ്റുള്ള രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ പണത്തിൻ്റെ കുടിശ്ശിക, ആശ്വാസ കിരണത്തിൻ്റെ കുടിശ്ശിക, സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അട്ടിമറിച്ച ഒരു പരിപാടി, അതുപോലെ തന്നെ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ടിലൂടെ എത്രയോ ആളുകളെ ഉമ്മൻചാണ്ടി സാർ തിരിച്ച് ജീവിതത്തിലേക്ക്, മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയപ്പോൾ ആ പദ്ധതിയെ തന്നെ അട്ടിമറിച്ച് ഇപ്പം നടപ്പിലാക്കുന്ന പദ്ധതി അതിനെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളോട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗത്തെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയതുൾപ്പെടെ CPM മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടുംബയോഗങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, പിണറായി വിജയൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയല്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു 36 വയസ്സുകാരന് മുമ്പിൽ 80 വയസ്സുകാരനായ ഒരു വയോധികൻ പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരിക്കും ഈ മാസം 4-ാം തീയതി സംസ്ഥാനം വീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. A village he grew up in as a student political activist and later while rising through the party's ranks still sees him as their own. For party functionaries here, Pinarayi Vijayan remains their beloved Vijayaten, an elder brother figure. Many still recalls a young Vijayan reading out daily newspapers to BD workers before heading to college. Even today, they say the Chief Minister carries his native place in his heart, something the party believes is reflected in nearly 3,000 crore worth of infrastructure projects rolled out here over the past decade.